ചെറുപ്പത്തിൽ അച്ഛനല്ലേ ആൺകുട്ടികളുടെ സൂപ്പർ ഹീറോ? അതിനുശേഷമല്ലേ സ്പൈഡർമാനും സൂപ്പർമാനും ഒക്കെ? ഒരു മകൻ അച്ഛനോടൊപ്പം വളരുന്നത് എത്ര മാജിക്കാണ്. ഒരു 5 വയസ്സിൽ അച്ഛൻ അവൻ്റെ ഹീറോയാണ്. പിന്നീട് അവൻ തിരിച്ചറിയും അച്ഛന് എല്ലാം അറിയാം. പക്ഷെ ഒരു 10 വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ പറയും ഈ അച്ഛനൊന്നും അറിയത്തില്ല. 12-ാം വയസ്സിൽ നമുക്കിങ്ങനെ തോന്നി തുടങ്ങും അച്ഛൻ എന്നെ മനസ്സിലാകുന്നില്ല, ഞാൻ പറയുന്ന ഭാഷ അച്ഛന് കിട്ടുന്നില്ല. ഒരു 14 വയസ്സിൽ നമ്മൾ പറയും അച്ഛൻ വളരെ സ്ട്രിക്റ്റാണ്. ഒരു ഹൈസ്കൂളൊക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നിത്തുടങ്ങും അച്ഛനോട് എല്ലാം പറയാനൊന്നും പറ്റത്തില്ല, അച്ഛൻ എന്നെ മനസ്സിലാകുന്നില്ല. പിന്നീട് ഒരു 18 വയസ്സിൽ നമുക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തെക്കുറിച്ച് അച്ഛൻ എന്തേ മനസ്സിലാക്കാത്തത്, എന്നെ മനസ്സിലാക്കാത്തത് എന്തേ. 20കളോടൊക്കെ അടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറയും അച്ഛൻ എന്തൊരു ഔട്ട്ഡേറ്റഡ് ആണ്, ഒരു ഓൾഡ് ഫാഷനാണ്, ഒരു ഓൾഡ് സ്കൂൾ. പക്ഷേ ഒരു 25ഒക്കെ അടുക്കുമ്പോൾ അറിയാതെ നമ്മൾ പഠിച്ചു തുടങ്ങും അച്ഛനായിരുന്നു പലതിലും ശരി. 30-ാം വയസ്സിൽ നമുക്ക് മനസ്സിലായി തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു തുടങ്ങും അച്ഛനോട്. ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ, ഒരു സാഹചര്യം വന്നപ്പോൾ അച്ഛൻ എന്താണ് ചെയ്തത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കും ഓരോ കാര്യങ്ങളോടും അച്ഛനെടുത്ത നിലപാടുകൾ. ഒരു 40കളോടൊക്കെ അടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ പോരാട്ടങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും അച്ഛൻ എങ്ങനെയാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റിയതെന്ന്. 50കളോടടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു പിടച്ചിൽ സംഭവിക്കുന്നത്. ഒരിക്കൽ കൂടി അച്ഛനോടൊപ്പം ഇരിക്കാൻ നമ്മൾ കൊതിക്കുന്നത്, സംസാരിക്കാനൊക്കെ. പക്ഷേ അപ്പോഴേക്കും അച്ഛൻ ചിലരുടെയൊക്കെ വിട പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ തളർന്നിരിക്കും. സത്യമല്ലേ? അച്ഛൻ നമ്മളോട് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ടഫാണെന്ന് നമുക്ക് തോന്നിയത് നമ്മളോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അച്ഛൻ നമ്മളെ ഷെയ്പ്പ് ചെയ്യുമായിരുന്നു. അച്ഛൻ നമ്മളെ അല്പം കൂടി സ്ട്രോങ് ആക്കുകയായിരുന്നു, 2 കാലും ചവിട്ടി ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കാൻ. ഓർത്തു നോക്കൂ അച്ഛനെന്ന ആ മാജിക്കിനെ.